ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മല്ലു സീരീസ് ചാനലിൽ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഇന്നത്തെ പാർട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുന്നു. വന്നിട്ട് ഇവനാണെങ്കിൽ ഇവളെ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് കിടത്തിയേക്കുക കേട്ടോ. ഇവളാണെങ്കിൽ നല്ല മയക്കത്തിലാണ്. അങ്ങനെ മയക്കത്തിൽ എണീക്കുന്ന സമയത്ത് ഇവൾ ചോദിക്കണം, ഇവൾക്ക് ഏകദേശം ഓർമ്മയുണ്ട് ഇവനാണ് ഇവളെ എടുത്തുകൊണ്ട് പുറത്ത് വന്നതെന്നുള്ള കാര്യം ഇവൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ചോദിക്കണം, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചു? ഇത്രയും കാലം നിങ്ങൾ നാട്ടുകാരെ മുന്നിൽ അഭിനയിച്ചില്ലേ നിങ്ങൾക്ക് കാലിന് വയ്യെന്ന്? ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാലും ചോദിക്കുന്ന സമയത്ത് ജനറൽ പറയണം, അതൊന്നും കുഴപ്പമില്ല, നിന്നെ രക്ഷിച്ചില്ലെങ്കിൽ എങ്ങനെ അത് ശരിയാവത്തില്ല എന്നുള്ള രീതിക്കൊക്കെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വിളി ചോദിക്കുകയാണ്, ഓൾറെഡി മിങ്ങ അവിടെ തന്നെ രക്ഷിക്കാനുണ്ടായിരുന്നല്ലോ, പിന്നെ നിങ്ങൾ വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, നിങ്ങളിങ്ങനെ ഇത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്ന് പറയുന്ന സമയത്തും ജനറലിന് ഭയങ്കര ദേഷ്യം വരും. അവൻ ചെയ്യുന്നതെല്ലാം തന്നെ ഒരു പ്ലേ, അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിനക്കില്ല. അവനെല്ലാം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നതാണ് നിൻ്റെ മുന്നിൽ, അല്ലാതെ അവൻ്റെ സ്വഭാവം ഇതൊന്നുമല്ലെന്ന് പറയുന്ന സമയത്തും നമ്മൾ ഷൂക്കിങ് പറയണം, അല്ല അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ എന്തിനാ എല്ലാവരും ഇങ്ങനെ തെറ്റായ കണ്ണിലൂടെ കാണുന്നത്, എല്ലാവരും ചീത്തയായിരിക്കണം, നീ യാതൊരു നിർബന്ധവും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ടാണെങ്കിൽ അവളാണെങ്കിൽ പറയുന്നൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. അപ്പോൾ നമ്മൾ ഷൂക്കിങ് ആലോചിക്കണം, എന്തുവായാലും ഷെനിന് നല്ല വൃത്തിയായിട്ട് അറിയാം എൻ്റെ കയ്യിൽ ആ ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് എന്നെ ഒന്നും ചെയ്തില്ലോ എന്ന് ഇവൾ അവിടെ ഇരുന്ന് ആലോചിക്കുവാണ്. ഇതേ സമയം നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പാലസിൽ കാണുക കേട്ടോ. അവിടെ പ്രൈം മിനിസ്റ്ററുടെ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഷെന്നിൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല, അവനിങ്ങനെ അഭിനയിച്ചതാണെന്ന് പറയാം. അപ്പം പ്രൈം മിനിസ്റ്റർ പറയുകയാണ്, ഞാൻ മൂന്ന് വർഷത്തിന് മുമ്പ് അവനൊരു പോയിസൺ കൊടുത്തായിരുന്നു അവന് കാലിന് വയ്യാതാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് അവൻ്റെ ശരീരത്തിൽ ഏറ്റില്ലെന്ന് തോന്നുന്നു. അവൻ ശരിക്കും പറഞ്ഞാൽ മനഃപൂർവ്വം എന്നെ കബളിപ്പിക്കാനായിട്ട് ഇങ്ങനെ കാലിന് വയ്യാത്ത പോലെ അഭിനയിച്ചതാണെന്നാണ് തോന്നുന്നത്. എന്തുവായാലും നമുക്കൊരു ഡിന്നർ വയ്ക്കാം, വെച്ചിട്ട് അവനെ നമുക്ക് കൊല്ലാം, ഇനി അവൻ്റെ ആവശ്യം നമുക്കില്ല, അവൻ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ലെന്ന് പറയുവാണ്. എന്നിട്ടാണെങ്കിൽ നമ്മൾ ഷെന്നിൻ്റെ ആ ഒരു പാലസിൽ വന്നിട്ട് ഒരു അറിയിപ്പ് വരികയാണ്, ഇങ്ങനെ ഒരു ഡിന്നർ വെച്ചിട്ടുണ്ട്, ഷെന്നിന് വരണമെന്ന് പറയാം കേട്ടോ. അപ്പം പറയുകയാണ്, ഞാനും വരാം നിങ്ങളുടെ കൂടെ, എൻ്റെ അച്ഛനല്ലേ ഡിന്നറിന് വിളിച്ച് ഞാനും വരാമെന്ന് പറയുവാണ്. ഇനിയാണെങ്കിൽ അന്ന് ആ ഒരു ഡിന്നർ പാർട്ടിക്ക് വേണ്ടി ഇവർ പോവാട്ടോ. പോകുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമാണ് ഡിന്നർ വെച്ചിരിക്കുന്നത്. എന്നിട്ടാണെങ്കിൽ ഇവരിങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്തും ഇവർക്ക് കാണാം, നമ്മൾ ഷെന്നിന് മനസ്സിലായി, അതുപോലെ തന്നെ ഷൂക്കിന് മനസ്സിലായി, ഇവരെ കൊല്ലാനായിട്ട് കുറേ പേര് പുറത്ത് അറേഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്തും നമ്മൾ ഷൂക്കിന് പെട്ടെന്ന് മനസ്സ് മാറും. അവൾ പറയുവാണ്, അച്ഛാ എനിക്ക് നിങ്ങളടുത്ത് കുറച്ച് പ്രൈവറ്റായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിപ്പോൾ പ്രൈവറ്റായിട്ട് സംസാരിക്കാൻ പോയില്ല, ഇപ്പം തന്നെ അവിടെ വന്ന ആളുകൾ അകത്ത് വന്നിട്ട് നമ്മുടെ ഷെന്നിനെ ആക്രമിക്കാൻ തുടങ്ങും. എന്നിട്ടാണെങ്കിൽ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ലപോലെ ആലോചിക്കും, ഈ ടോക്കൺ എടുത്ത് കൊടുക്കണോ വേണ്ടതെന്ന്. ലാസ്റ്റ് അവൾ തീരുമാനിക്കാം ഇപ്പോൾ ഈ ടോക്കൺ കാണിക്കണമെന്ന് വെച്ചിട്ട് അത് ഒന്നും കൂടി ഒളിപ്പിച്ച് വെച്ചിട്ട് പറയണം, അച്ഛാ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ടോക്കൺ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, സോറി അച്ഛാ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അടുത്ത് വരെ എത്തിയത്. ഇപ്പം പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് വന്ന ആളുടെ ഡെയിലി റൂട്ടൈൻസ് എനിക്കറിയാം, ആൾ സ്ഥിരം ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്നുണ്ട്, എന്തായാലും അവിടെ ആയിരിക്കണം ടോക്കൺ വെച്ചിരിക്കുന്നത്, എന്തു പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു പ്രൈം മിനിസ്റ്റർ അവളുടെ കയ്യിൽ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പൊടിയും കൂടി അവളുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. എന്തായാലും മോളുടെ ബെസ്റ്റ് നോക്കിയിട്ട് വാന്നുള്ള രീതിക്ക് കൊടുത്തു വിടാം. അവൾ തന്നെ അന്ന് വന്ന് ജനറലിനെ അവർ കൊല്ലുന്നില്ല. എന്നിട്ടാണെങ്കിൽ അവർ നേരെ പോകുന്നത് കുറച്ച് ഒരു ചന്ത പോലെയുള്ള സ്ഥലം കേട്ടോ. അവിടെയാണെങ്കിൽ കുറേ ലൈറ്റ്സും അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ അങ്ങോട്ട് വന്നൊരു കൊച്ചു വന്നിട്ട് ഇവർക്ക് ഫ്ലവേഴ്സ് കൊടുക്കുക. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ നല്ല സ്നേഹത്തിൽ ആലയം ചോദിക്കട്ടോ. അപ്പോൾ ഇവർ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കാം. അപ്പോൾ കൊച്ചു പറയണത്, എനിക്കറിയാം സ്നേഹിക്കുന്നവർ കണ്ണേ നോക്കുമ്പോൾ അവർ സ്നേഹത്തിൽ ആ സ്നേഹം എനിക്ക് കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഫ്ലവേഴ്സ് ആ കൊച്ചു കൊടുത്തിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഷെന്നി വന്ന് ഷൂക്കിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്, നിനക്കൊരു കാര്യം അറിയോ, നമുക്കിപ്പോൾ ഇത്രയും സ്പെഷ്യൽ, ഇപ്പോൾ ഞാൻ ജനറൽ ആയതുകൊണ്ട് നമ്മുടെ ലൈഫ് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്, പക്ഷെ നമുക്കൊരു നോർമൽ മാരീഡ് ലൈഫ് കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു പറയുന്ന സമയത്തും ഷൂക്കിങ് പറയുകയാണ്, ഇല്ല അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, കാരണം നീയും ഞാനും തമ്മിൽ എന്ത് വലിയൊരു അന്തരം ഉണ്ടെന്നറിയോ, അതൊരിക്കലും പോസിബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് അവൻ കൊടുക്കുന്ന ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ബൊക്കെ ഉണ്ടല്ലോ അത് വാങ്ങാതെ അവൾ അവിടെ നിന്ന് പോകട്ടെ. പക്ഷേ ഇതെല്ലാം വന്നിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവിടെ നിന്ന് മാറി എന്ന് കാണുന്നുണ്ട്. മാത്രമല്ല പ്രൈം മിനിസ്റ്ററുടെ കൂടെ പ്രൈം മിനിസ്റ്റർ ശരിക്കുള്ള മോളും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർക്ക് ഓൾറെഡി നമ്മൾ ഷൂക്കിൻ്റെ മേലെ ഡൗട്ട് വന്നുകൊണ്ട് ആളെ വിട്ട് അന്വേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മോളെ കണ്ടുപിടിക്കുകയും ചെയ്തുകൊണ്ട് ആൾ ഇതിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഷൂക്കിങ്ങിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രൈം മിനിസ്റ്ററെ മോള് വന്ന് പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ ആഗ്രഹം നടന്നാൽ പോരെ, അവൾക്കാണെങ്കിൽ ഷെന്നിൻ്റെ അടുത്ത് ഭയങ്കര വൈരാഗ്യമുണ്ട്, അതുകൊണ്ട് അവൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ മാറിക്കൊടുത്തത്. മാത്രമല്ല ഇപ്പോൾ വന്ന് അവൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്വഭാവത്തിന് ആരും നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ലെന്ന് അവൾ വന്ന് പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് പറയുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർക്ക് ദേഷ്യം വന്നിട്ട് പറയുകയാണ്, ഇവളെ കൊണ്ടുപോയിട്ട് റൂമിൽ അടച്ചിടാൻ പറയുവാണ്. അവിടെ നിന്ന് സീൻ കട്ടായി പിറ്റേന്ന് കാണിക്കും കേട്ടോ. നമ്മുടെ അസിസ്റ്റന്റ് വന്നിട്ട് ഇപ്പോൾ ടോക്കൺ ഇവൻ്റെ കയ്യിലില്ലല്ലോ, അതെങ്ങാനും പ്രൈം മിനിസ്റ്ററുടെ കയ്യെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മിലിറ്ററി പവർ എല്ലാം പോകത്തില്ലേന്നും നമ്മൾ ഷെന്നിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഷെന്നി പറയാം, അത് കുഴപ്പമില്ല, മിലിറ്ററി പവർ പോയാലും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാമെന്ന് അവനും പറയുക കേട്ടോ. ഇനിയാണെങ്കിൽ അവിടെ നിന്നൊക്കെ സീൻ കട്ടായി കാണിക്കുന്നത് വെച്ചാൽ മിങ്ങ് വന്നിട്ട് നമ്മൾ ഷൂക്കിങ്ങിന് കാണാൻ വന്നേക്കും. എന്നിട്ട് പറയുകയാണ്, നീ പറഞ്ഞ പോലെ ഞാൻ ഇന്ന ആളെ അന്വേഷിച്ച് നോക്കി, പക്ഷെ അയാളെ വന്നിട്ട് കണ്ടുപിടിക്കാനേ പറ്റില്ല, പക്ഷെ നീ പറഞ്ഞില്ലേ അയാൾ
മുമ്പ് താമസിച്ചിരുന്ന ഒരു സ്ഥലം അൻഫു ഹാളോ അങ്ങനെ എന്താണ്ട് അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർ അവരുടെ മെഡിക്കൽ പ്രാക്ടീസ് എല്ലാം നടത്തിയിരുന്ന ഒരു ഹോളാണ് അൻഫു ഹാള്. അപ്പോൾ അവിടെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഇവർക്ക് അങ്ങോട്ട് പോകണം. പക്ഷേ പ്രശ്നം അതല്ല, അവിടെ വന്നിട്ട് അടച്ചിട്ടേക്കുക. ജനറലിൻ്റെ വിധി പ്രകാരം, ജനറലിൻ്റെ ഒരു വാക്ക് പ്രകാരമാണ് അത് അടച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഉള്ളപ്പോൾ പോയി കഴിഞ്ഞാൽ നിന്നെ അവൻ എപ്പോഴും നോട്ട് കൊടുക്കുന്നത്, അവൻ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവൻ്റെ ശ്രദ്ധ തെറ്റുന്ന ഒരു സമയത്ത് വേണം പോകാമെന്ന് പറയാം കേട്ടോ. അപ്പം മിങ് പറയാണ് ശരി അന്ന് നമുക്ക് ഫുൾ മൂൺ ഡേക്ക് പോകാം. 2-3 ദിവസം കഴിഞ്ഞാൽ ഫുൾ മൂൺ ഡേ ആണ്. അന്ന് അവൻ എന്തുവായാലും പാലസ് വിട്ട് പുറത്തു പോകത്തില്ല. അന്ന് നമുക്ക് 2 പേർക്കും രാത്രി പോകാമെന്ന് പറയുന്ന സമയത്ത് ഷൂക്കിങ് അതിനെ ഓക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഫുൾ മൂൺ ഡേ ആവുക. അന്ന് ഇവർ രണ്ടും കൂടി ആ ഒരു പാലസിലേക്ക് പോകാൻ. ഇതിനാണെങ്കിൽ ഷൂക്കിങ് ചെന്ന് നോക്കുന്ന സമയത്ത് ഇവളുടെ അച്ഛൻ്റെ ആ ഒരു മെമ്മോറിയൽ ടാബ്ലറ്റ് അവിടെ ഉണ്ട് കേട്ടോ. അത് തൊട്ട് നോക്കിയിട്ട് ഇവൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ നിങ്ങളുടെ പ്രതികാരം ഞാനിതുവരെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സെയിം ടൈമിൽ കാണിക്കുവാണ് നമ്മൾ ഷെന്നിൻ്റെ അടുത്ത് ഷെന്നിൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയുകയാണ് ഇതാ ഇങ്ങനെ നമ്മുടെ മിങ്ങും ഷൂക്കിങ്ങും കൂടിയിട്ട് ആ ഒരു ഹോളിലേക്ക് പോയിട്ടെന്ന് പറയണം. അവൻ അപ്പോഴേ പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു അസിസ്റ്റൻ്റ് പറയുകയാണ് നിങ്ങളിപ്പോൾ പോയാൽ ശരിയാവത്തില്ല, നിങ്ങൾക്ക് ഫുൾ മൂൺ ഡേ ആണ്, നിങ്ങളുടെ ആ ഒരു മോൺസ്റ്റർ സ്വഭാവം പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്ത് ഒരു കത്തി എടുത്ത് കൊടുത്തിട്ട് പറയാണ് ഞാൻ എന്തെങ്കിലും നമ്മൾ ഷൂക്കിങ്ങിന് ഉപദ്രവിക്കുന്ന പോലെ വരുവാണെങ്കിൽ നീ എന്നെ തന്നെ കുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻ്റെ കയ്യിൽ ആ കത്തിയും കൊടുത്തിട്ടാണ് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഈ സമയത്ത് അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഷെന്നി കയറി വരും. ഷെന്നി കയറി വന്നിട്ട് ഇവിടെ കയ്യെ പിടിച്ചിട്ട് പറയുകയാണ് നീ വേഗം വാ, നിനക്ക് എന്ത് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഞാൻ പാലസ് ചെന്നിട്ട് പറയാം, നീ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് വാ, നിനക്ക് ഇവിടെ നിന്നാൽ നിൻ്റെ ജീവൻ അപകടമാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കാം. പക്ഷേ ഇവള് വരാതെ നിൽക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ പ്രതികാരമുള്ള മനസ്സിലായി. ആ സമയത്ത് അങ്ങോട്ട് കുറേ അസാസിൻസ് ഇവർ രണ്ടുപേരും ഉപദ്രവിക്കാനായി വരുവാണ് കേട്ടോ. മാത്രമല്ല മിങ്ങിനെയാണെങ്കിൽ ഇവൻ തട്ടിയിട്ടിട്ടാണ് നമ്മൾ ഷൂക്കിനെ വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പം മിങ്ങൊരു ഭാഗത്ത് മാറി നിന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യമെല്ലാം ഒളിച്ച് നിന്ന് നോക്കിക്കൊണ്ടിരിക്കാം. ഈ അസാസിൻസിനെയൊക്കെ മാത്രമല്ല ഫുൾ മൂൺ ഡേ അല്ലേ, ഇവന് പെട്ടെന്ന് ആ ഒരു മോൺസ്റ്റർ സ്വഭാവം പുറത്തു വന്നുകൊണ്ട് ഇച്ചിരി പവറുണ്ട്. അതിലാണെങ്കിൽ ഈ അസാസിൻസിനെ എല്ലാം ഇവ അടിച്ചിടുക കേട്ടോ. പക്ഷേ ഈ അസാസിൻസിനെ കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഷൂക്കിങ്ങിന് ഓർമ്മ വരുന്നത് അന്ന് അവളുടെ അച്ഛൻ മരിച്ച ദിവസം കുറേ പേരിന് കിടന്നില്ലേ, അത് അവൾക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അവൾ അത് കാണുന്ന സമയത്ത് ഇവളുടെ മനസ്സ് പെട്ടെന്ന് മാറും. അത്രയും നേരം ഇവൻ്റെ അടുത്ത് പ്രണയത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വെച്ച് അച്ഛൻ മരിച്ചതും കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഓർമ്മ വരുന്നതുകൊണ്ട് തന്നെ ഇവൾക്കാണെങ്കിൽ കയ്യിലുള്ളൊരു കൊച്ചൊരു കത്തിയുണ്ട്, അത് വെച്ച് ഇവൻ്റെ നെഞ്ചത്ത് കുത്തുക. ഇവൻ പറയുന്ന എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കാനൊന്നും അവൾ തയ്യാറായില്ല. ഇവനാണെങ്കിൽ ഇവൾ ഭയങ്കര ദയനീയമായിട്ട് നോക്കിയിട്ട് ഇവനങ്ങ് വീണ് പോകട്ടോ. കുത്തി കഴിയുന്ന സമയത്ത് ഇവൻ വന്നിട്ട് ഇവളുടെ റിയൽ പേരുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം മുമ്പ് ഇവർ ഹട്ടിലുള്ള സമയത്ത് ഇവളുടെ ഒരു റിയൽ പേരുണ്ട്, വേറെ ഇന്ന പേര് അവളുടെ പേര്, ആ ഒരു പേര് വിളിക്കുക കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ പെട്ടെന്ന് കുത്തി കഴിഞ്ഞ ശേഷമാണ് പെട്ടെന്നൊരു ഡൗട്ട് വരുന്നത്, ഇനി ഇവനെങ്ങാനും ആണോ 3 വർഷം മുമ്പ് ഞാൻ സ്നേഹിച്ച ആളെന്നുള്ളൊരു ഡൗട്ടാവുന്നു. മാത്രമല്ല അച്ഛനെ കണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടിയായപ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തിന് കുത്തും ചെയ്ത് പക്ഷെ അങ്ങനെ നിൽക്കുക. ആ സമയത്ത് പെട്ടെന്ന് വന്നിട്ട് ഷെന്നിൻ്റെ അസിസ്റ്റൻ്റ് കയറി വന്നിട്ട് ചോദിക്കുവാണ് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, അദ്ദേഹത്തിന് പറയാനുള്ള എക്സ്പ്ലനേഷനും കേട്ടിട്ട് എന്തെങ്കിലും ചെയ്താൽ പോരായിരുന്നോ മേഡം എന്ന് ചോദിച്ച് നിൽക്കുക കേട്ടോ. ആ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.